ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷക്കീന TV-യുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രോഗ്രാമിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ എന്ന ഈശോയുടെ ചോദ്യത്തിന് ഉത്തരമായി ഷക്കീന TV-യിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രോഗ്രാമിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഗനേസറത്ത് തടാകത്ത് തീരത്ത് അനേകം ജനങ്ങള് ഈശോയുടെ വചനം ശ്രവിക്കുവാൻ ഈശോയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടി. തടാകത്തിന്റെ തീരത്ത് 2 വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അതിലൊന്ന് ശിമയോൻ പത്രോസിന്റെ വള്ളമായിരുന്നു. ആ വള്ളത്തിൽ ഈശോ കയറിയിരുന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. ഈശോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശിമയോൻ പത്രോസിനോട് ഈശോ പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസ്ലിഹ ഈശോ പറഞ്ഞതല്ലേ എന്ന് കരുതി വലയിറക്കി. വല കീറുവോളും അവർക്ക് മത്സ്യങ്ങളെ കിട്ടി. ഇത് കണ്ടപ്പോൾ പത്രോസ്ലിഹ ആശ്ചര്യപ്പെട്ടു. ഈശോയുടെ കാൽക്കൽ വീണ് പത്രോസ്ലിഹ ഇങ്ങനെ അപേക്ഷിച്ചു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന്. ഈശോ ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഈശോ പത്രോസ്ലിഹായ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ്, നീ ഇപ്പോൾ മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാവുമെന്ന്. പത്രോസ്ലിഹ ഉടൻ തന്നെ വലയും കിട്ടിയ മീനും എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. 3 വർഷം ഈശോയുടെ കൂടെ നടന്ന പത്രോസ്ലിഹ ഈശോ കൊടുത്ത ഈ വാഗ്ദാനം, നീ മനുഷ്യനെ പിടിക്കുന്നവനാവും, ഈ വാഗ്ദാനം ഒരിക്കലും പത്രോസ്ലിഹായിൽ നിറവേറ്റപ്പെടുന്നതായിട്ട് സുവിശേഷത്തില് നമ്മൾ കാണുന്നില്ല. ഒരിക്കൽ ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നത് കണ്ട് ആവേശഭരിതനായ പത്രോസ്ലിഹ ഈശോയോട് ഇങ്ങനെ അപേക്ഷിച്ചു, കർത്താവെ, ഞാനും വെള്ളത്തിനു മീതെ നടന്ന് നിന്റെ അടുത്തേക്ക് വരട്ടെയോ എന്ന്. ഈശോ പത്രോസ്ലിഹായ്ക്ക് അനുവാദം കൊടുത്തു. എന്നാൽ പാതി വഴി എത്തിയപ്പോൾ കടലിലെ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് പത്രോസ്ലിഹ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പത്രോസ്ലിഹ വെള്ളത്തിൽ താഴ്ന്നു പോയി. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്നും പറഞ്ഞ് പത്രോസ്ലിഹ ഈശോയുടെ അടുത്ത് നിലവിളിച്ചു. ഈശോ കൈക്ക് പിടിച്ച് പത്രോസ്ലിഹായെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. മനുഷ്യരെ പിടിക്കേണ്ട പത്രോസ്ലിഹ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരെല്ലാവരും ഉടനെ തന്നെ മറുപടി കൊടുത്തു. ചിലർ സ്നാപയോഹന്നാനെന്നും ചിലർ ഏലിയ എന്നും പറയുന്നു. അപ്പോൾ ഈശോ അവരോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോയുടെ ഈ ചോദ്യത്തിന് ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. എല്ലാ ശിഷ്യന്മാരും മൗനം പാലിച്ചു. എന്നാൽ പത്രോസ്ലിഹ ഉടനെ ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. ഇത് ഈശോയെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഈശോ പറഞ്ഞു, പത്രോസേ, നീ പാറയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന്. എന്നാൽ പത്രോസ്ലിഹായുടെ ചില രീതികൾ കാണുമ്പോൾ ദൈവേഷ്ടത്തോട് യോജിക്കാത്തതുപോലെ നമുക്ക് തോന്നാറുണ്ട്. തൻ്റെ പുത്രന്റെ കുരിശു മരണത്തിലൂടെ മനുഷ്യരക്ഷ സാധിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി, ദൈവിക പദ്ധതിയെ ചിലപ്പോൾ പത്രോസ്ലിഹ എതിർത്തിരുന്നത് പോലെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. തൻ്റെ കുരിശു മരണത്തെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുമ്പോൾ പത്രോസ്ലിഹായുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു,
നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. ഉടനെ ഈശോ പത്രോസ്ലീഹായെ മാറ്റി നിർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്: സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോവുക. നിന്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. ഒരിക്കൽ ഈ പത്രോസ്ലീഹ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു: എൻ്റെ സഹോദരൻ എനിക്കെതിരെ തിന്മ ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ എന്ന്. ഈശോ പത്രോസ്ലീഹായെ തിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: 7 അല്ല, 70 പ്രാവശ്യം. ഇതിലൂടെ ഈശോ നമുക്ക് ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന്, എത്ര ക്ഷമയെക്കുറിച്ച് ഒരു പാഠം നമുക്ക് നൽകുകയാണ്. നിരുപാധികം ക്ഷമിക്കാനുള്ളവരാണ് ക്രിസ്ത്യാനികളെന്ന്. ഗെത്സമനിയിൽ വെച്ച് ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ്ലീഹായും കൂട്ടരും സുഖമായി ഉറങ്ങി വിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ അവരുടെ അടുത്ത് വന്ന്, പത്രോസിൻ്റെയും മറ്റ് ശിഷ്യന്മാരുടെയും അടുത്ത് വന്ന് അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ എന്ന്. ഇതൊക്കെ കേട്ടിട്ടും അവർ വീണ്ടും ഉറങ്ങി വിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പത്രോസ്ലീഹ പറഞ്ഞു: നിന്നോട് കൂടെ മരിക്കുവാനും ഞാൻ തയ്യാറാണ് എന്ന്. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച പത്രോസ്ലീഹ ഉറങ്ങുന്നതാണ്. പടയാളികള് ഈശോയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പത്രോസ്ലീഹ ഉടുതുണി ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യരെ പിടിക്കേണ്ട പത്രോസ്ലീഹ മനുഷ്യരെ പേടിച്ച് ഒളിച്ചോടുന്നു, ഓടിപ്പോകുന്നു. മാത്രമല്ല 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുന്നു. നിന്നോട് കൂടി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അതേ പത്രോസ്ലീഹ ഞാൻ അവനെ അറിയുകയില്ല എന്ന് ആണയിട്ട് ശപഥം ചെയ്യുന്നു. മനുഷ്യരെ പിടിക്കേണ്ട പത്രോസ്ലീഹ മനുഷ്യരെ ഭയന്ന് ഈശോയെ തള്ളിപ്പറയുന്നു. ഈശോയുടെ ഉത്ഥാനശേഷം പത്രോസ്ലീഹ വീണ്ടും തൻ്റെ കുലത്തൊഴിലായ മീൻപിടുത്തത്തിന് പോവുകയാണ്. മാത്രമല്ല മറ്റ് ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുപോകുന്നു. മനുഷ്യരെ പിടിക്കേണ്ട പത്രോസ്ലീഹ വീണ്ടും മീൻ പിടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. എന്നാൽ ഉത്ഥാനത്തിന് ശേഷം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു പുതിയ പത്രോസ്ലീഹായിനെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കണ്ടുമുട്ടുന്നത്. ആദ്യത്തെ ദിവസം തന്നെ യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന പത്രോസ്ലീഹ ധൈര്യപൂർവ്വം യഹൂദരുടെ എല്ലാം മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേരാണ് മാനസാന്തരപ്പെട്ടത്. അങ്ങനെ പത്രോസ്ലീഹ മനുഷ്യനെ പിടിക്കുന്നവനായി മാറി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ്ലീഹായ്ക്ക് ഈശോ പറഞ്ഞ വാഗ്ദാനം പത്രോസ്ലീഹായിൽ പൂർത്തിയാക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 3000 പേരെ ഒറ്റ ദിവസം സഭയിലേക്ക് ചേർത്തുകൊണ്ട് സഭ ഔദ്യോഗികമായി പത്രോസ്ലീഹ ഉദ്ഘാടനം ചെയ്തു. പത്രോസ്ലീഹായ്ക്ക് ഒരിക്കലും 3000 മത്സ്യങ്ങളെ കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ഒറ്റ പ്രസംഗത്തിലൂടെ ആദ്യത്തെ ദിവസം തന്നെ പത്രോസ്ലീഹ 3000 മനുഷ്യരെ പിടിക്കുന്നു. പത്രോസ്ലീഹായ്ക്ക് മാക്സിമം കിട്ടിയത് ഒരു 150 മത്സ്യങ്ങളാണെന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. കതകടച്ച് യഹൂദരെ ഭയന്നിരുന്ന പത്രോസ്ലീഹായ്ക്ക് ഇപ്പോൾ യാതൊരു ഭയവുമില്ല. ഭയമില്ലാത്ത, ധൈര്യമുള്ള, ചങ്കൂറ്റമുള്ള ഒരു പത്രോസ്ലീഹാനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തില് മുടന്തനെ സുഖപ്പെടുത്തുന്ന സംഭവം നാം വായിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും
9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജന്മനാ മുടന്തനായ ഒരാളെ ആളുകൾ സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന വാതിൽക്കല് കൊണ്ടേ കിടത്തി. ദേവാലയത്തിൽ വരുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ വേണ്ടിയാണ് അയാളെ അവിടെ കിടത്തിയിരുന്നത്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ മുടന്തൻ പത്രോസ് ലിഹായോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് മുടന്തനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നേരെ നോക്കുക. അയാൾ പത്രോസിന്റെ നേരെ നോക്കി. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ലീഹ അയാളുടെ വലത് കൈ പിടിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അയാളുടെ കൈകളും കാലുകളുമെല്ലാം ബലം പ്രാപിച്ചു. അയാൾ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അയാൾ തുടങ്ങി. ഇതെല്ലാം കണ്ട് ജനങ്ങൾ, മറ്റു വിശ്വാസികൾ എല്ലാവരും സോളമന്റെ മണ്ഡപത്തിൽ ഓടിക്കൂടി. അനേകർ യേശുവിൽ വിശ്വസിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 3000 ആയിരുന്ന അവരുടെ സംഖ്യ 5000 മാറി. വീണ്ടും പത്രോസ് ലീഹ മനുഷ്യനെ പിടിക്കുന്ന തൻ്റെ ജൈത്രയാത്ര വിജയപൂർവ്വം തുടരുന്നതായിട്ടാണ് നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം യഹൂദ പ്രമാണികളെയും നിയമജ്ഞരെയും മറ്റു പ്രധാന പുരോഹിതരെയെല്ലാം ഒത്തിരി വളരെ പ്രകോപിപ്പിച്ചു. ഇത് അവരെ വളരെ അസ്വസ്ഥരാക്കി. അവര് പത്രോസിനെയും മറ്റ് അപ്പസ്തോലന്മാരെയും അവരുടെ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവര് പത്രോസിനോട് ചോദിച്ചു, ആരുടെ നാമത്തിലാണ് അഥവാ എന്തധികാരത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? യഹൂദരെ ഭയന്നിരുന്ന പത്രോസ് ലീഹ, മനുഷ്യരെ ഭയന്ന് ഗെത്സമനിയ തോട്ടത്തിൽ നിന്ന് ഓടിപ്പോയ പത്രോസ് ലീഹ അവരോട് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കുവാൻ എങ്ങനെ സാധിക്കും? പൗലോസ് ലീഹായ്ക്ക് പരിശുദ്ധാത്മാവ് ധൈര്യം കൊടുത്തു. ആരെയും ഭയപ്പെടാതെ ചങ്കൂറ്റത്തോടെ ഈശോയെ കുറിച്ച് പറയുവാൻ. നീ മനുഷ്യനെ പിടിക്കുന്നവനാവുമെന്ന ഈശോയുടെ വാഗ്ദാനം ഓരോ ദിവസവും പത്രോസ് ലീഹായിൽ നിറവേറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെ അവർ ഭീഷണിപ്പെടുത്തി, നീ മേലാൽ ഈ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിട്ടയച്ചു. അപ്പോൾ പത്രോസ് ലീഹ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ദൈവത്തെക്കാൾ അധികമായി മനുഷ്യരെ അനുസരിക്കുന്നത് ന്യായമാണോ? അതുപോലെ പത്രോസ് ലീഹായിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് കണ്ട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിശ്വാസികൾ അവരുടെ കൂടെ ചേരാൻ തുടങ്ങി. അനേകം വിശ്വാസികളെ പരിശുദ്ധാത്മാവ് അവരോട് കൂട്ടിച്ചേർത്തു. പത്രോസ് ലീഹ പോകുന്ന വഴിയിൽ അനേകം രോഗികളെ കിടത്തുക പതിവായിരുന്നു. പത്രോസ് ലീഹായുടെ നിഴലെങ്കിലും അടിച്ച് രോഗികൾ സുഖം പ്രാപിക്കട്ടെ എന്ന് കരുതി അനേകം രോഗികളെ വഴിയരികിൽ കിടത്തുക പതിവായിരുന്നു. അവരെല്ലാവരും പത്രോസ് ലീഹായുടെ നിഴലടിച്ച് എല്ലാവരും സുഖപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് വിശ്വാസികൾ അത്ഭുതപ്പെട്ടു. എന്നാൽ നിയമജ്ഞരും ഫരിസേയരും ജനപ്രമാണികളും ഇതെല്ലാം കണ്ട് വീണ്ടും വളരെയധികം അസ്വസ്ഥരായി. അവർ വളരെയധികം പ്രകോപിതരായി.
പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും അവര് സംഘത്തിന് മുമ്പിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല അവരെ പ്രഹരിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, മേലാൽ ഈ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന്. എന്നാൽ പത്രോസ്ലീഹായും കൂട്ടരും യേശുവിന്റെ നാമത്തെ പ്രതി സഹിക്കാൻ അവസരം കിട്ടിയതിൽ കൂടുതൽ സന്തോഷിച്ച് പുറത്തേക്ക് പോയി വീണ്ടും അവർ ദേവാലയത്തിൽ കൂടുതൽ കരുത്തുള്ളവരായി, കൂടുതൽ ധൈര്യമുള്ളവരായി ഈശോയെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. പത്രോസ് അങ്ങനെ ഒരു പാറയായി മാറി. വെറും പാറയല്ല, നല്ല ഉറപ്പുള്ള പാറ. അടിച്ചാലും തൊഴിച്ചാലും കൂടുതൽ ഉറപ്പുണ്ടാകുന്ന ഒരു പാറ, ആരെയും ഭയമില്ലാത്ത പാറയായി കർത്താവ് പത്രോസ്ലീഹായെ രൂപാന്തരപ്പെടുത്തി. നമുക്കറിയാം, പാറക്കിട്ട് നമ്മൾ തൊഴിച്ചാൽ നമ്മുടെ കാല് വേദനിക്കും. പാറക്കിട്ട് കൈകൊണ്ട് തല്ലിയാൽ നമ്മുടെ കൈ പൊട്ടി ചോരയൊലിക്കും. പക്ഷേ പത്രോസാകുന്ന പാറേനെ അടിച്ചാലും തൊഴിച്ചാലും തൊഴിക്കുന്നവർക്കാണ് മുറിവേൽക്കുന്നത്. പത്രോസ് ഒരു ഉറപ്പുള്ള പാറയായി മാറിയിരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തില് 2 വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, അനനിയാസും സഫീറായും. അവര് തങ്ങളുടെ പറമ്പ് വിറ്റിട്ട് ഒരു ഭാഗം ആരും അറിയാതെ അപ്പോസ്തലന്മാരിന്ന് മറച്ചു വെച്ചിട്ട് ബാക്കി പണവുമായിട്ട് പത്രോസ്ലീഹായുടെ അടുത്ത് വന്നു. അനനിയാസ് പത്രോസ്ലീഹായുടെ അടുത്ത് കാൽക്കൽ ഈ പണം സമർപ്പിച്ചു. പത്രോസ്ലീഹ അനനിയാസിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുവാനായിട്ട് സാത്താന്റെ കൂടെ ചേരാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് വ്യാജം പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ അനനിയാസ് പത്രോസിന്റെ കാൽക്കൽ വീണ് മരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സഫീറായും പത്രോസിന്റെ അടുത്ത് വന്നു. പത്രോസ് സഫീറായോട് ചോദിച്ചു, ഇതേ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന്? സഫീറ മറുപടി നൽകി, അതെ, ഇതേ തുകയ്ക്ക് തന്നെ. പരിശുദ്ധാത്മാവിനോട് നുണ പറയാൻ നിങ്ങൾ ഒന്നിച്ചു ചേർന്നത് എന്ത് എന്ന് പത്രോസ്ലീഹ സഫീറായോട് ചോദിച്ചു. ഉടൻ തന്നെ സഫീറായും പത്രോസിന്റെ കാൽക്കൽ വീണ് മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യോപ്പ എന്ന നഗരത്തില് തബീത്ത എന്ന ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. അവൾ ഒരിക്കൽ രോഗം പിടിപെട്ട് മരിച്ചുപോയി. മറ്റു വിശ്വാസികളെല്ലാവരും തബീത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പത്രോസ്ലീഹയുടെ അടുത്തേക്ക് ആളയക്കുകയും ചെയ്തു. പത്രോസ്ലീഹ യോപ്പായിലെത്തി തബീത്ത കിടന്നിരുന്ന മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിച്ച് തബീത്തയെ ഉയർപ്പിച്ചു. ഈ സംഭവങ്ങളെല്ലാം വിശ്വാസികളിൽ കൂടുതൽ ഈശോയിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. കൂടുതൽ ആളുകൾ ഓരോ ദിവസവും സഭയിലേക്ക് ചേരാൻ തുടങ്ങി. നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം ഓരോ ദിവസവും പൂർത്തിയാക്കിക്കൊണ്ട് പത്രോസ്ലീഹ ധൈര്യമുള്ളവനായി, ആരെയും കൂസാത്തവനായി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. ഒരു ഉറപ്പുള്ള പാറയായി ഓരോ ദിവസവും പത്രോസ്ലീഹാനെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തില് കൊർണേലിയൂസ് എന്ന വിജാതീയ ശതാധിപനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കൊർണേലിയൂസ് ഒരു വിജാതീയനായിരുന്നു, ഒരു ശതാധിപനുമായിരുന്നു. ദൈവഭക്തി ഉള്ളവനും ജനങ്ങൾക്ക് ധാരാളമായി നന്മ ചെയ്തിരുന്നവനും ദാനധർമ്മം ചെയ്തിരുന്നവനുമായിരുന്നു കൊർണേലിയൂസ്. ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കൊർണേലിയൂസ്. ഒരു ദിവസം 9-ാം മണിക്കൂറിൽ ഒരു ദൈവദൂതൻ കൊർണേലിയൂസിന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ആളിനെ വിളിച്ചു വരുത്തുക. കടൽ തീരത്തുള്ള ശിമയോൻ, തുകൽപ്പണിക്കാരനായ ശിമയോന്റെ വീട്ടിലാണ് പത്രോസ് താമസിക്കുന്നത് എന്ന്. ഈ സമയം
പത്രോസ്ലീഹായ്ക്ക് ഒരു ദർശനമുണ്ടായി. പത്രോസ്ലീഹായ് പ്രാർത്ഥിക്കുവാനായിട്ട് മട്ടുപ്പാവിലേക്ക് കയറി. പത്രോസ്ലീഹായ്ക്ക് വിശന്നു. എന്തെങ്കിലും കഴിക്കണം എന്ന ഉദ്ദേശത്തോടെ പത്രോസ്ലീഹ ഭക്ഷണം നോക്കിയപ്പോഴ് സ്വർഗത്തിൽ നിന്ന് ഒരു പാത്രം പത്രോസ്ലീഹായുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. ആ പാത്രത്തില് എല്ലാ ഇഴജന്തുക്കളും നാൽക്കാലികളും ആകാശപ്പറവുകളും ഉണ്ടായിരുന്നു. പത്രോസ്ലീഹ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, പത്രോസെ എഴുന്നേറ്റ് ഇവയെ കൊന്നു ഭക്ഷിക്കുക എന്ന്. പത്രോസ് പറഞ്ഞു, ഒരിക്കലുമില്ല കർത്താവേ, അശുദ്ധമോ മലിനമായതോ ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. ഈ സ്വരം വീണ്ടും പത്രോസ്ലീഹായോട് ഇങ്ങനെ പറഞ്ഞു, എഴുന്നേറ്റ് കൊന്ന് ഭക്ഷിക്ക. പത്രോസ്ലീഹ പറഞ്ഞു, മലിനമായതോ അശുദ്ധമോ ഞാൻ ഒന്നും കഴിക്കില്ല എന്ന്. ഇങ്ങനെ 3 പ്രാവശ്യം ഈ സ്വരം കേട്ടു. അതിനുശേഷം ഈ ദർശനം മാറിപ്പോയി. അപ്പോൾ പത്രോസ്ലീഹായെ അന്വേഷിച്ച് കൊർന്നേലിയസ് അയച്ച ആൾക്കാർ താഴെ വന്നിരുന്നു. പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് നീ അവരുടെ കൂടെ പോയിക്കൊള്ളുക, ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത് എന്ന്. പത്രോസ്ലീഹ അവരുടെ കൂടെ കൊർന്നേലിയസിന്റെ ഭവനത്തിലെത്തി. അനേകം വിജാതിയർ പത്രോസ്ലീഹായിൽ നിന്ന് വചനം കേൾക്കുവാൻ അവിടെ കൂടിയിരുന്നു. പത്രോസ്ലീഹ അവിടെ കൂടിയിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് സംസാരിച്ചു. പത്രോസ്ലീഹായുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. യേശുവിന്റെ രക്ഷ, കുരിശുമരണത്തിലൂടെ യേശു നേടിയെടുത്ത രക്ഷ ലോകാവസാനം വരെ, ലോകത്തിന്റെ അതിർത്തി വരെ എത്തിക്കപ്പെടണമെന്നുള്ള, അത് വിജാതിയരിലേക്കും വ്യാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ പത്രോസ്ലീഹായിലൂടെ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വിജാതിയരുടെ അപ്പസ്തോലനായിട്ട് ഈശോ തെരഞ്ഞെടുത്ത പൗലോസ്ലീഹാനെ ആണെങ്കിലും ഇതിന്റെ തുടക്കം പത്രോസ്ലീഹായിലൂടെയാണ് ദൈവം നിർവഹിക്കുന്നത്. ഇന്ന് അപ്പസ്തോലന്മാർ തുടങ്ങി വെച്ച ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയുവാനുള്ള ആ ദൗത്യം നമ്മൾ ഓരോരുത്തരിലൂടെയും കർത്താവ് നിർവഹിക്കപ്പെടുന്നുണ്ട്. അതിനായിട്ട് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാധ്യമമാണ് ഷെക്കീന TV. ഷെക്കീന TVയുടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ ലോക അതിർത്തി വരെ കർത്താവിന്റെ രക്ഷ, കർത്താവിന്റെ വചനം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.